ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജയപ്രകാശ് ചാവക്കാട്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ ഈ കഥ നിങ്ങൾ എന്ത് കഥ നിൽക്കും? ഇതൊരു പ്രവാസിയുടെ കഥയാണ്. അപ്പോൾ ഇത് എല്ലാ പ്രവാസികളും ഓരോ പ്രവാസികളും കേട്ടിരിക്കേണ്ട കഥയാണ്. അപ്പോൾ ഈ കഥ നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഈ കഥയുടെ രചന അവതരണം പ്രസന്ന സഹദേവൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കഥ കേൾക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. ഓക്കെ? എൻ്റെ റബ്ബേ, ഇത്ര നേരമൊന്നും ഞാൻ ഉറങ്ങാറില്ലല്ലോ, എന്താണ് എനിക്ക് പറ്റിയത്? അയാൾ ഓർത്തു. അവരുടെ റൂമിൽ ആദ്യം ഉണരുന്നതും ജോലി കഴിഞ്ഞ് ഏറ്റവും അവസാന റൂമിൽ എത്തുന്നതും റഷീദായിരുന്നു. റഷീദ് തിടുക്കത്തിൽ കണ്ണുകൾ തിരുമ്മി തുറന്നു. ചുറ്റും നോക്കി. സഹമുറിയന്മാരായ അൻവറും മുനീറും കുളി കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യുന്ന തിരക്കിലാണ്. എഴുന്നേൽക്കാൻ ഏറ്റവും മടിയനായ സുഗു അടക്കം കുളി കഴിഞ്ഞു വരുന്നുണ്ടല്ലോ. ഇത് വല്ലാത്ത അതിശയം തന്നെ. അയാൾ ഒന്ന് മൂരി നിവർന്നു. മുനീറും അൻവറും ബാഗുമെടുത്ത് ജോലിക്ക് പോകാൻ പുറത്തിറങ്ങി പോകുന്നത് കണ്ടു. റഷീദ് സുഗുവിനടുത്തേക്ക് ചെന്ന് സുഗു സുഗു എന്ന് ഉറക്കെ വിളിച്ചു. വിളി കേട്ടതായി സുഗു ഭാവിച്ചില്ല. റഷീദ് വളരെ ഉച്ചത്തിൽ അയാളുടെ പേര് വീണ്ടും വിളിച്ചു. സുഗുവിൻ്റെ ചെവി പൊട്ടിപ്പോയോ? ഒരു വേള റഷീദ് സംശയിച്ചു. അവൻ്റെ തോളത്ത് തൊട്ട് സംസാരിക്കാൻ റഷീദ് ശ്രമിച്ചു. നിരാശയായിരുന്നു ഫലം. സുഗു പിറുപിറുത്തുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, റഷീദിക്കാക്ക് ഇതെന്തു പറ്റി? നേരത്തെ ഉണരുന്നതാണല്ലോ, ഇതുവരെ ഉണർന്നില്ലല്ലോ. മറുപടിയായി റഷീദ് പറഞ്ഞു, ഞാൻ എണീറ്റല്ലോ സുഗു, നിന്റെ ചെവി അടിച്ചുപോയോ? ഈ വാക്കുകൾ ശ്രവിക്കാത്ത പോലെ സുഗു കട്ടിലിനടുത്ത് ചെന്ന് മുന്നോട്ട് കുനിഞ്ഞു. അപ്പോഴാണ് ആ കാഴ്ച റഷീദിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തന്റെ കട്ടിലിൽ ആരോ കിടക്കുന്നു. താനറിയാതെ ആരാണ് അവിടെ കയറി കിടന്നത്? സുഗു കുനിഞ്ഞു നിന്ന് പറയുന്നുണ്ട്, റഷീദിക്ക, ഇതെന്തുറക്കമാണ്? ജോലിക്ക് പോകണ്ടേ? എടാ, ഞാനിവിടെ ഉണ്ടടാ എന്ന് അലറി വിളിച്ചു പറഞ്ഞുകൊണ്ട് സുഗുവിനടുത്തേക്ക് നടന്ന റഷീദിന്റെ മുന്നിലൂടെ നിലവിളിച്ചുകൊണ്ട് സുഗു പുറത്തേക്ക് ഓടുന്നതാണ് കണ്ടത്. റഷീദിക്ക തിടുക്കത്തിൽ പുറത്തേക്ക് കടന്നു. അപ്പുറത്തെ റൂമിൽ നിന്നും ആളുകൾ ഓടി വരുന്നുണ്ടായിരുന്നു. ആരോ ഫോൺ എടുത്ത് പോലീസിൽ അറിയിക്കുന്നു. അവരെല്ലാവരും പിറുവിറുക്കുന്നുണ്ടായിരുന്നു. റഷീദിക്ക മരിച്ചു, റഷീദിക്ക മരിച്ചു. റഷീദ് ചിന്താകുലനായി. ഞാൻ മരിച്ചെന്നോ? ഇവനിതെന്തൊക്കെയാ വിളിച്ചു കൂവുന്നത്? സുഗുവിന്റെ തോളിൽ കൈയമർത്താൻ നടത്തിയ ശ്രമവും പരാജയപ്പെട്ടു. അപ്പോഴേക്കും പോലീസ് എത്തി. കട്ടിലിൽ ചെരിഞ്ഞുകിടക്കുന്ന ആളെ മലർത്തിക്കിടത്തി. ആ മുഖം കണ്ട് റഷീദിന്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി. ആ മുഖം തന്റേതാണെന്ന് തിരിച്ചറിഞ്ഞതും ഉൾക്കിടിലത്തോടെ റഷീദ് ഉറപ്പിച്ചു, സുഗു പറഞ്ഞത് ശരിയാണ്, താൻ മരണപ്പെട്ടിരിക്കുന്നു. സ്വന്തമെന്നു കരുതിയ ദേഹത്തിൽ നിന്നും റഷീദ് എന്ന വ്യക്തി വേർപെട്ടിരിക്കുന്നു. ഇനി എന്ത് എന്ന ചോദ്യചിഹ്നവുമായി റഷീദ് തരിച്ചു നിന്നു. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി അതാ ആംബുലൻസിലേക്ക് കയറ്റുന്നു. അവിടെ നിന്ന് മോർച്ചറിയുടെ തണുപ്പിലേക്ക്. അപ്പോഴേക്കും താൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ബഡാ സാബും ചോട്ടാ സാബും എത്തി. തുടർ നടപടികൾക്കായി സുഹൃത്തുക്കളും താമരശ്ശേരി അഷറഫിക്കയുടെ പ്രതിനിധിയടക്കം 8 അംഗ സംഘം പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങി. അതിൽ തന്റെ അയൽവാസിയും സുഹൃത്തിന്റെ മകനുമായ മനീഷും ഉണ്ടായിരുന്നു. പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമേഘം പോലെ അവന്റെ മുഖം വിങ്ങിപ്പൊട്ടാൻ തയ്യാറെടുത്തിരുന്നു. വിസിറ്റിംഗ് വിസയിൽ വന്നതാണവൻ. അവന്റെ പരിചയക്കാരോ ബന്ധുക്കളോ ഇവിടെയില്ല. തന്നെ കാണുന്നത് ആശ്വാസമാണ് അവന്. ഡ്രൈവർ ജോലിക്കിടയിൽ പരിചയമുള്ള ഒരു കടയിൽ അക്കൗണ്ടന്റായി അവനൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാനായി എന്നത് തനിക്ക് ചാരിതാർത്ഥ്യമുണ്ടാക്കുന്നതായിരുന്നു. 1 മാസമേ ആയിട്ടുള്ളൂ അവന് ജോലി ശരിയായിട്ട്. 2 ദിവസം മുമ്പ് അവൻ വിളിച്ചു പറഞ്ഞു, ഇക്ക, എനിക്ക് ശമ്പളം കിട്ടി. ഇക്കാക്ക് എന്താ വാങ്ങിച്ചു തരേണ്ടത്? സ്നേഹത്തോടെ അവനോട് റഷീദിക്ക പറഞ്ഞു, ഡാ, ഞാൻ 2 ആഴ്ച കഴിഞ്ഞാൽ നാട്ടിൽ പോകും. ടിക്കറ്റ് എടുത്തു. 3 കൊല്ലായി നാട് കണ്ടിട്ട്. വീടിന്റെ ലോൺ തീരാൻ വേണ്ടി നിന്നതാ. ഉമ്മാനെയും മക്കളെയും കാണാണ്ട് ഇടങ്ങാറായിരിക്കണേ. നീ ഒരു കാര്യം ചെയ്യേ, വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിത്താ. അത് ഞാൻ അവിടെ കൊണ്ടുകൊടുക്കാം. വരുമ്പോ എൻ്റെ അൽത്താഫിനെയും കൂട്ടാം. അനക്കൊരു കൂട്ടാവട്ടെ. ഇതിനിടയിൽ ആരോ റഷീദിന്റെ വീട്ടിൽ മരണവിവരം അറിയിച്ചു. റഷീദിന്റെ ചെവിയിൽ ഉമ്മാടെ നെഞ്ചു പിളർക്കുന്ന കരച്ചിൽ തുളച്ചു കയറി. എൻ്റെ റബ്ബേ, വയസ്സാങ്കാലത്ത് ഇങ്ങനെ ഒരു ഗതികേട് എനിക്ക് തന്നില്ലേ പടച്ചോനെ. ഉമ്മാടെ തൂന്നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കാൻ റഷീദ് ആശിച്ചു. അപ്പുറത്തെ മുറിയിൽ നസീമ കിടപ്പുണ്ട്. തലയിട്ട് ഉരുട്ടി എന്തൊക്കെയോ എണ്ണിപ്പെറുക്കുന്നുണ്ട്. കരഞ്ഞു വീർത്ത കണ്ണുകളിൽ നിന്നും ചാലിട്ടൊഴുകുന്ന കണ്ണുനീർ. ആശ്വസിപ്പിക്കാനെന്നോണം അയാൾ കൈകൾ നീട്ടി. അവിടെയും നിസ്സഹായത തന്നെ ഫലം. മുറ്റത്തൊരു പന്തലുയർന്നിട്ടുണ്ട്. നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ ബന്ധുക്കളും അയൽക്കാരും.
മൂത്തവൻ അൽത്താഫ് കണ്ണടച്ചിരിക്കുന്നുണ്ട്. ഉമ്മറത്ത് മൊല്ലാക്കമാർ യാസീൻ ഓതുന്നത് വേദനയോടെ നോക്കി നിന്നു. പതുക്കെ വീടിന്റെ ചിത്രം മാഞ്ഞു. പകരം പോലീസ് സ്റ്റേഷനും പരിസരവും തെളിഞ്ഞു വന്നു. ബഡാസാബിന്റെ കയ്യിൽ തന്റെ പാസ്പോർട്ടുണ്ട്. താമരശ്ശേരി അഷറഫിക്കയുടെ പ്രതിനിധിയായ ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്തായി? വീട്ടിൽ നിന്നുള്ള മറുപടി കിട്ടിയോ? ചോട്ടാ സാബ് മറുപടി പറഞ്ഞു, ഇല്ല, മറുപടിക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. എന്നിട്ട് വേണം ബാക്കി നടപടികൾ പൂർത്തിയാക്കാൻ. അഷറഫിക്കയുടെ കൂട്ടുകാരൻ ചോദിച്ചു, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? ഇന്നെല്ലാവരും മുഴുപ്പട്ടിണിയല്ലേ? ഈ വാർത്ത കേട്ടപാടെ എല്ലാവരും ഓടി വന്നതല്ലേ? നേരം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. UAE-യിൽ മലയാളികൾക്ക് പറ്റാത്ത കരുണയുടെ നീരുറവയാണ് താമരശ്ശേരി അഷറഫിക്ക. അന്യനാട്ടിൽ മരണപ്പെടുന്ന മലയാളികളുടെ ബന്ധുക്കൾക്ക് പൈസയില്ലെന്നു കരുതി അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം നിഷേധിക്കാത്ത നന്മകളിൽ നന്മയുള്ള മനുഷ്യൻ. എല്ലാ എമിറേറ്റ്സിലും അദ്ദേഹത്തിന് പിന്തുണയുമായി ഒരുപറ്റം ചെറുപ്പക്കാർ ഉണ്ടെന്നത് വലിയ ആശ്വാസകരമാണ്. അഷറഫിക്ക കോടീശ്വരനല്ല, പക്ഷേ പൈസയില്ലെന്ന് കണ്ടാൽ സ്വന്തം കയ്യിൽ നിന്നും പൈസ കൊടുത്ത് കാര്യങ്ങൾ നീക്കി ആ പ്രവാസിയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അവസരമൊരുക്കുന്ന നന്മയുടെ കോടീശ്വരൻ. പോലീസ് സ്റ്റേഷനിൽ നിന്നും എംബസിയിൽ നിന്നും ലഭിക്കേണ്ട എല്ലാ പേപ്പറുകളും പെട്ടെന്ന് ശരിയാക്കുക, എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു ദിനചര്യയായി മാറിയിരിക്കുന്നു. പെട്ടെന്ന് സുഗുവിന്റെ ഫോൺ ശബ്ദിച്ചു. അൽത്താഫ് ആണല്ലോ എന്ന് പറഞ്ഞ് സുഗു ഫോൺ എടുത്തു. മറുതലയ്ക്കൽ റഷീദിന്റെ ബന്ധുവായിരുന്നു. എല്ലാവരും നിശബ്ദരായി. സുഗു ലൗഡ് സ്പീക്കർ ഓണാക്കി. തന്റെ ബന്ധുവിന്റെ വാക്കുകൾ റഷീദിലേക്ക് തുളച്ചു കയറി. ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരണ്ട, അവിടെ തന്നെ ഖബറടക്കുന്നതാണ് നല്ലത്. എല്ലാവരും സ്തബ്ധരായി പരസ്പരം നോക്കി. കരളലിയിക്കും വിധം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനീഷ് പറഞ്ഞു, ഇക്ക, എപ്പോ നോക്കിയാലും വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയും മക്കളെ പറ്റി പറഞ്ഞു നടക്കണ ആളല്ലേ. അവർക്ക് വേണ്ടി ഒരു ജന്മം മുഴുവൻ കളഞ്ഞിട്ട് ആർക്കും വേണ്ടാത്രേ. ഉറ്റവരാരുമില്ലാണ്ട് ഇത്ര സ്നേഹമുള്ള ഇക്കാന് ഖബറടക്കേണ്ടി വന്നല്ലോ. എനിക്കിത് സഹിക്കാനാവണില്ലല്ലോ ഇക്ക എന്നും പറഞ്ഞ് തലയിൽ കൈവച്ച് താഴെയിരുന്നു. ഏങ്ങലടിക്കാൻ തുടങ്ങി. ബഡാ സാബ് അവനോട് പറഞ്ഞു, മോനെ, എഴുന്നേൽക്ക്, കണ്ണു തുടക്ക്. ഇതാണ് പ്രവാസി. എല്ലാവർക്കും അവൻ പണം കായ്ക്കുന്ന മരം മാത്രമാണ്. എന്തെങ്കിലും തിന്നണമെന്ന് തോന്നിയാൽ പോലും തിന്നാതെ സ്വരുക്കൂട്ടി വെച്ച് സ്വന്തക്കാരുടെ ആഗ്രഹം സഫലമാക്കുന്നവരാണ് മിക്കവാറും പ്രവാസികളും. ഇതിന് അപവാദമായിട്ടുള്ള പ്രവാസികളുമുണ്ട്. പെറ്റ തള്ളയ്ക്ക് പോലും തുള്ളി വെള്ളം കൊടുക്കാത്തവർ. അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. റഷീദിനെ നോക്ക്. തന്റെ കുടുംബത്തെ പൊക്കിക്കൊണ്ടുവരാനായി അഹോരാത്രം പണിയെടുത്തവൻ. ഇന്നലെ വൈകുന്നേരം അയാൾ തന്റെ കുടുംബത്തെ വിളിച്ച് സംസാരിച്ചിരിക്കും. മക്കളെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നം കണ്ടിരിക്കും. ഇന്നയാൾ സ്വന്തം കുടുംബത്തിന് ആരുമല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഓരോ പ്രവാസിയും മറക്കാതെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളെങ്കിലും നിറവേറ്റണം. അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറുകേടായിരിക്കും. കൂടാതെ ഓരോ മാസത്തെയും വരുമാനത്തിൽ നിന്ന് കുറച്ചെങ്കിലും നാളേക്കായി മാറ്റിവെക്കുക. അല്ലെങ്കിൽ ആരോഗ്യവും സൗന്ദര്യവും നശിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ അയാൾ അന്യനായിരിക്കും, തീർച്ച. എന്നിട്ട് തുടർന്നു, ഗൾഫ് നാട്ടിൽ ഖബറടക്കാൻ സമ്മതപത്രം വാങ്ങേണ്ടതുണ്ട്. അതിന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ. നാളെയാകാം ഖബറടക്കൽ. അവരെല്ലാവരും പിരിഞ്ഞു. പിറ്റന്നാൾ ആ 8 പേരും ഒത്തുകൂടി. മോർച്ചറിക്ക് മുന്നിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ അവസരമുണ്ടായിരുന്നു. ചിലരൊക്കെ യൂണിഫോം അണിഞ്ഞായിരുന്നു വന്നത്. എല്ലാവർക്കും ധൃതിയായിരുന്നു. ജോലിക്ക് പോകേണ്ടുന്ന ധൃതി, സ്വയം മറന്നുപോകുന്ന ധൃതി. റഷീദും അങ്ങനെയായിരുന്നു. ഇപ്പോൾ യാതൊരു തിടുക്കവുമില്ലാതെ അനാഥനായി സ്ട്രെച്ചറിൽ അയാൾ കിടക്കുന്നു. റഷീദിനെ നന്നായി ഒരുക്കിയാണ് അവർ യാത്രയാക്കുന്നത്. അതെ, ഒരു പ്രവാസിയുടെ യാത്രയയപ്പല്ലേ. സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഭാണ്ഡങ്ങളേറ്റി കടന്നു വന്നവനല്ലേ പ്രവാസി. മയ്യത്ത് കിടത്തിയ സ്ട്രെച്ചർ എടുത്ത് ആംബുലൻസിൽ കയറ്റി. അൻവർ സുഗന്ധം പൂശിയ ഒരു വലിയ ടവൽ കരുതിയിരുന്നു. ആ ടവൽ കൊണ്ട് റഷീദിന്റെ മുഖം മറച്ചു. ഈ രംഗം കണ്ടുകൊണ്ട് നിന്നിരുന്ന റഷീദ് എന്ന അപരന് കണ്ണിൽ ഇരുട്ട് കയറുന്നതായി തോന്നി. കാഴ്ച നഷ്ടപ്പെട്ടു. ആംബുലൻസിന്റെ ഇരമ്പം മാത്രം കേൾക്കാം. ഖബർസ്ഥാൻ ലക്ഷ്യമാക്കി ആംബുലൻസ് കുതിച്ചു. അപ്പോൾ അന്തരീക്ഷത്തിൽ ബാങ്കുവിളിയുടെ അലയൊലികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.